ഡിയർ സ്റ്റുഡൻസ്, അപ്ലൈഡ് ഡയാലിസിസ് ടെക്നോളജിയിലെ യൂണിറ്റ് 3-ലെ ബാക്കിയുള്ള പോർഷൻസാണ് നമ്മൾ ഈ ഒരു ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഹൈ ആയിട്ട് പ്രഷർ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്, BP കൂടുന്ന കണ്ടീഷനാണ്. അത് നമുക്ക് എന്തിന് കാരണമാവാറുണ്ട്? കാർഡിയോവാസ്കുലർ ഡിസീസസിന് കാരണമാവാറുണ്ട്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ഡയാലിസിസ് പേഷ്യൻസിന് നമുക്ക് കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയാലിസിസിന് കാരണമാവാനായിട്ടുള്ള പ്രധാന കാരണങ്ങളിൽ രണ്ടാണ് എന്ന് പറയുന്നത്. ഒന്ന് ഹൈപ്പർ ടെൻഷനും ഒന്ന് ഡയബറ്റിസും. അപ്പോൾ നമുക്ക് ഹൈ ആയിട്ടുള്ള നമ്മുടെ ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസുകളുടെ ഒക്കെ സാധ്യതകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മിക്ക ഡയബറ്റിക് പേഷ്യൻറ്റിനും ഇതുപോലെ തന്നെ വോളിയം സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വോളിയം സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷനൊക്കെ വരുന്നതിനൊക്കെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡിൻ്റെയും ഒക്കെ റിമൂവൽ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഇൻ ഡയബറ്റിക് ഡയാലിസിസ് പേഷ്യൻസ് ഈസ് സിമിലർ ടു ദാറ്റ് ഫോർ ഓൾ സച്ച് പേഷ്യൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം നമ്മുടെ ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടിയിട്ട്. രണ്ടാമത് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസാണ്. അപ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ നമ്മുടെ ഡയാലിസിസ് പേഷ്യൻസിന് ഹാർട്ട് ഡിസീസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബൈപ്പാസ് സർജറീസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ സ്റ്റേജിലുള്ള ഡയാലിസിസ് പേഷ്യൻസിന് നമ്മൾ ഇത്തരത്തിലുള്ള ബൈപ്പാസ് സർജറീസ് ഒന്നും ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് മരണനിരക്ക് കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഈ ബൈപ്പാസൊക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള പേഷ്യൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് സർജറീസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ വരുന്നത് പെരിഫറൽ വാസ്കുലർ ഡിസീസാണ്. പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഡയബറ്റീസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളിൽ നമ്മൾ ഇപ്പം പഴുപ്പൊക്കെ കയറുമ്പോൾ കാല് മുറിച്ച് കളയൽ, വിരൽ മുറിച്ച് കളയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ പേഷ്യൻ്റെ ശരീരം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ശരീരഭാഗത്ത് നമുക്ക് എന്തെങ്കിലും അൾസറൊക്കെ വരുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സുകൾ എടുക്കുക. ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യേണ്ടി വരും? കട്ട് ചെയ്ത് ആ ഭാഗത്തിനെ കളയേണ്ടതായിട്ട് വരാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സെറിബ്രോ വാസ്കുലർ ഡിസീസാണ്. സെറിബ്രോ വാസ്കുലർ ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ, ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നമുക്ക് സ്ട്രോക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആയിട്ടുള്ള ആസ്പിരിനൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ഓൾത്തോ ദ യൂസ് ഓഫ് ആസ്പിരിൻ ഹാസ് ബീൻ ഷോൺ ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് സ്ട്രോക്ക്. അപ്പോൾ ആസ്പിരിനൊക്കെ കഴിക്കുന്നത് വഴി എന്ത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും? നമുക്ക് നോൺ യൂറിമിക് ആയിട്ടുള്ള പേഷ്യൻസിൽ സ്ട്രോക്കിൻ്റെ സാധ്യതകളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പക്ഷേ ഈ ഒരു ആസ്പിരിൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ റിസ്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്? ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഇൻട്രാ ഒക്കുലർ ഹെമറേജുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിസിൻ നമ്മുടെ പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്യുമാരിൻ ആൻറ്റികോയാഗുലൻസ് ഓൾസോ ഇൻക്രീസ് ബ്ലീഡിംഗ് റിസ്ക് ഇൻ ദിസ് പോപ്പുലേഷൻ മോർ ദാൻ ഇൻ നോൺ യൂറിമിക് ഡയബറ്റിക് പേഷ്യൻറ്റ് ആൻഡ് ആർ അസോസിയേറ്റഡ് വിത്ത് അഡീഷണൽ റിസ്ക് ഓഫ് വാസ്കുലർ കാൽസിഫിക്കേഷൻ ആൻഡ് കാൽസിഫൈലാക്സിസ്. അതുപോലെ തന്നെ ക്യുമാരിൻ ആൻറ്റികോയാഗുലനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്? ബ്ലീഡിങ് റിസ്കുകൾ, അതായത് നമുക്കൊരു നോൺ യൂറിമിക് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിൽ നമുക്ക് ക്യുമാരിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്യുമാരിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റികോയാഗുലൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് റിസ്കുകളൊക്കെ കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വേറെയുള്ള റിസ്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ്കുലർ കാൽസിഫിക്കേഷൻ, അതായത് നമുക്ക് കാൽസ്യം അടിഞ്ഞുകൂടുന്നതിനൊക്കെ കാരണമാവാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ്റെ പാത്തോഫിസിയോളജിയാണ്. എക്സ്ട്രാ സെല്ലർ വോളിയം എക്സ്പാൻഷനാണ് ഫസ്റ്റ് നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ തന്നെ സോഡിയത്തിൻ്റെ റിട്ടൻഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാവും? നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാവും. അത് വഴി നമുക്ക് ഡയാലിസിസ് നമ്മുടെ പേഷ്യൻ്റ് കുറച്ചും കൂടി പരിതസ്ഥിതിയിലേക്ക് ആവാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. ദർ ഈസ് എൻ അസോസിയേഷൻ ബിറ്റ്വീൻ ECF
ECF volume expansion and diastolic dysfunction in dialysis patient, and it is not always clear to what extent volume overload is a cause rather than a marker for severe cardiac disease. നമുക്കിതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയത്തിൻ്റെ എക്സ്പാൻഷൻ വഴി നമുക്ക് ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നതിനും അതുവഴി തന്നെ നമുക്ക് സിവിയർ ആയിട്ടുള്ള ഹാർട്ട് ഡിസീസുകളൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ കാരണമാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഫ്ലൂയിഡൊക്കെ ഓവർലോഡ് ആവുന്നത്, നമ്മുടെ സോഡിയം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവാതെ നമ്മുടെ സബ്ക്യൂട്ടേനിയസ് സ്പേസിലൊക്കെ അതുപോലെ തന്നെ അതർ ഓർഗൻസിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് സംഭവിക്കുകയാണ്, നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയത്തിന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സോഡിയം അടിഞ്ഞു കൂടുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ ദ കോൺസിക്വൻസ് ഓഫ് നോൺ ഓസ്മോട്ടിക് സോഡിയം അക്യുമുലേഷൻ ഇൻ വാരിയസ് ടിഷ്യൂസ് ആർ നോട്ട് ഫുള്ളി നോൺ, ബട്ട് ഇലവേറ്റഡ് സോഡിയം സ്റ്റോഴ്സ് മേ ഇമ്പാക്ട് ഇൻഫ്ലമേറ്ററി ആൻഡ് കാർഡിയക് ഫൈബ്രോട്ടിക് processes via vascular endothelial growth factor C and other mechanisms. നെക്സ്റ്റ് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ്ലി ആണ്. അതായത് മറ്റ് ചില നമുക്ക് എക്സ്ട്രാ സെല്ലുലാർ വോളിയം എക്സ്പാൻഷൻ ഉണ്ടാവുന്ന വഴിയുള്ള മറ്റ് കുറച്ച് കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമുക്ക് പറയുന്നത്. ഹൈ ആയിട്ടുള്ള ഇൻഅപ്രോപ്രിയേറ്റ്ലി ഹൈ വാസ്കുലാർ ടോൺ, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സോഡിയം അക്യുമുലേഷൻ നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള ആർട്ടീരിയൽ മസിൽസിൽ ഉണ്ടാവുന്നത് വഴി നമുക്ക് വാസ്കുലർ സ്റ്റിഫ്നെസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പ് അപ്നിയ, അത് നമുക്ക് ഉറക്കക്കുറവൊക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അതുണ്ടാവുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ആയിട്ടുള്ള സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ഒക്കെ നമുക്ക് ഈ ഒരു ഡയാലിസിസ് പേഷ്യൻസിന് ഉണ്ടാവുന്നത് കൊണ്ടാണ്. പിന്നെ സിമ്പത്തറ്റിക് ഓവർ ആക്ടിവിറ്റി ട്രിഗേർഡ് ബൈ എഫറൻറ്റ് സിഗ്നൽസ് ഒറിജിനേറ്റിംഗ് ഇൻ ഡിസീസ്ഡ് കിഡ്നീസ് can cause secondary activation of the renin-angiotensin system, and this may play an important role in the high peripheral vascular resistance seen in ESKD. In fact, there are reports of BP and sympathetic activity both falling dramatically after bilateral nephrectomy in dialysis patient, and radiofrequency ablation of renal sympathetic nerve fiber produces സിമിലർ എഫക്ട്സ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ സോഡിയത്തിൻ്റെയൊക്കെ എഫക്റ്റ് വഴി നമുക്ക് ബി പിയിലെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് പോലെയൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. അസിമെട്രിക് ഡൈമീഥൈൽ അർജിനിൻ ആൻഡ് എൻഡോജീനിയസ് inhibitor of nitric oxide synthase is elevated in dialysis patient. അതുപോലെ തന്നെ അസിമെട്രിക് ആയിട്ടുള്ള ഡൈമീഥൈൽ അർജിനിൻ എന്ന് പറയുന്നത് ഒരു എൻഡോജീനസ് ആയിട്ടുള്ള ഇൻഹിബിറ്ററാണ് നമ്മുടെ നൈട്രിക് ഓക്സൈഡ് സിന്തേസിനെ. ഇത് ഇലവേറ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ ഡയാലിസിസ് പേഷ്യൻസിൽ ഇലവേറ്റ് ചെയ്യുകയും അതുവഴി നമുക്ക് ഇലവേറ്റഡ് ആയിട്ടുള്ള സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവിറ്റി ഇൻക്രീസ് ആവുന്നതിനൊക്കെ കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഹൈപ്പർ ടെൻഷനാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്തിനൊക്കെയാണ് കാരണമാവുന്നത്? അതായത് ഈ ഒരു റീസൺ എന്ന് പറയുന്നത് the usual reason for treating hypertension are to reduce the risk of stroke and cardiovascular events. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹൈപ്പർ ടെൻഷനെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്? നമ്മുടെ സ്ട്രോക്ക് ഉണ്ടാവുന്നതിൻ്റെ സാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഇവൻറ്റ്സ് നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡിയോവാസ്കുലർ ഡിസീസുകളൊക്കെ നമുക്ക് നമ്മുടെ ഡയാലിസിസ് പേഷ്യൻറ്റിന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിന് കാരണമാവാറുണ്ട്? നമ്മുടെ പേഷ്യൻറ്റിൻ്റെ മരണനിരക്ക് കൂടുന്നതിന് വേണ്ടിയിട്ട് കാരണമാവാറുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിയലൈസ് ദാറ്റ് substantial left ventricular hypertrophy can be present in dialysis patient even at normal level of BP, and that when one is optimizing extracellular fluid status, one is doing it not only to control BP but also aiming at optimizing cardiac structure and function. അതായത് നമുക്ക് ഈ ഒരു നമ്മുടെ ബി പിയുടെ ലെവലുകൾ കൃത്യമാക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതായത് പെട്ടെന്ന് നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയത്തിന് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല, നമുക്ക് കുറേശ്ശെയാണ് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ ഹെൽത്ത്
അതുപോലെ തന്നെ നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസുകളൊക്കെ നമുക്ക് ഡയാലിസിസ് പേഷ്യൻസിൽ കുറയ്ക്കുന്നതിനും അതുവഴി അവരുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിനും സാധിക്കുന്നു. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രിവെൻഷനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സോഡിയം ആൻഡ് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സോഡിയത്തിന് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ പേഷ്യൻറ്റിന് സോഡിയം കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നു കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിന് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയാറുണ്ട് എത്രത്തോളം സോഡിയം ലെവൽ അതുപോലെ തന്നെ എത്രത്തോളം വെള്ളമാണ് അവർക്ക് ഒരു ദിവസം കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഒരു ഡയാലിസിസ് പേഷ്യൻസ് ഒരു 5 ഗ്രാമാണ് സോഡിയം ക്ലോറൈഡ് ഒരു ദിവസം കഴിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സോഡിയത്തിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള ടെൻഡൻസി വരികയും അത് നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം ഇൻക്രീസ് ചെയ്യാനായിട്ടും കാരണമാവുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറയുന്നത് പ്രീ ഡയാലിസിസ് ആയിട്ടുള്ള സോഡിയത്തിൻ്റെ വോളിയം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡയാലിസേറ്റിലെ സോഡിയത്തിൻ്റെ ലെവൽ നമ്മൾ ശരിയാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയാലിസേറ്റിലെ സോഡിയത്തിൻ്റെ ലെവൽ അല്ലെങ്കിൽ ഡയാലിസിസ് സൊല്യൂഷനിൽ സോഡിയത്തിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രീ ഡയാലിസിസ് മോണിറ്റർ ചെയ്തിട്ടുള്ള സോഡിയത്തിൻ്റെ ലെവലിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സോഡിയം അക്യുമുലേറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സോഡിയം പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി നമ്മുടെ മെഷീനിലുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ സോഡിയത്തിൻ്റെ ലെവൽ കൃത്യമാക്കിയിട്ട് കൊടുക്കാനായിട്ട് ഡയാലിസിസ് സൊല്യൂഷനിൽ സോഡിയത്തിൻ്റെ ലെവൽ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോഡിയം പ്രൊഫൈലിംഗ് ക്യാൻ ഓഫർ സം ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഹൈ സോഡിയം ഡയാലിസിസ് ഇൻ terms of hemodynamic stability while minimizing the interdialytic weight gain effect, but only if the time averaged dialysate sodium level during the session does not exceeding the initial plasma level. അപ്പോൾ നമുക്ക് ഇതുവഴി നമുക്ക് സോഡിയൊക്കെ കൃത്യമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻ്റെ വെയിറ്റ് ഗെയിനും അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. പ്രിലിമിനറി ഡാറ്റ സജസ്റ്റസ് ദാറ്റ് ലോവറിംഗ് ഡയാലിസേറ്റ് സോഡിയം യൂണിറ്റ് വൈഡ് may reduce interdialytic weight gain as well as fluid related hospitalization rate. നെക്സ്റ്റ് ലോങ്ങർ ആൻഡ് ഓർ മോർ ഫ്രീക്വൻറ്റ് ഡയാലിസിസ് സെഷൻ ആണ് പറയുന്നത്. നമുക്ക് കൂടുതൽ അല്ലെങ്കിൽ കുറേ സമയത്തേക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡയാലിസിസ് സെഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫ്രീക്വൻറ്റ് ഡയാലിസിസ് ഷെഡ്യൂൾസ് ആൻഡ് ലോങ് നാച്ചുറൽ dialysis may substantially improve BP control in hypertensive dialysis patients and relevant LVH. അതായത് നമുക്ക് ഈ ഒരു കണ്ടീഷൻ വഴി ലോങ്ങർ ആയിട്ടുള്ള ഫ്രീക്വൻറ്റ് ഡയാലിസിസ് സെക്ഷൻ വഴി നമുക്ക് BP-നെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ BP-നെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. പിന്നെ ഇൻക്രീസിങ് ദ ലെങ്ത് ഓഫ് ഡയാലിസിസ് സെഷൻ അലോസ് ഫോർ എ ലോവർ അൾട്രാഫിൽട്രേഷൻ റേറ്റ്. അതായത് നമുക്ക് നമ്മുടെ ഡയാലിസിസ് സെഷൻ്റെ ടൈം ഇൻക്രീസ് ചെയ്യുന്നത് വഴി നമുക്ക് അൾട്രാഫിൽട്രേഷൻ റേറ്റ് സ്ലോ ചെയ്യുന്നതിന് വഴിയും അതുപോലെ തന്നെ ഇൻക്രീസ് ദ ടൈം അവൈലബിൾ ടു ഫിനിഷ് ഡയാലിസിസ് അറ്റ് ദ ഡിസയേർഡ് പോസ്റ്റ് ഡയാലിസിസ് വെയിറ്റ്. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള പോസ്റ്റ് ഡയാലിസിസ് വെയിറ്റിലേക്ക് നമ്മുടെ പേഷ്യൻ്റെ വെയിറ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും സാധിക്കുന്നു.